നാളെ കോളേജ് ബസ്സല്ലേ, കാറിലൊരു പൊളി വിളിക്കണം. ഇത് പൊളിക്കോളിയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ 390 എടുക്കാം. ഞങ്ങളിതൊരു നിഞ്ച സെറ്റ് ചെയ്തില്ല, നമുക്ക് പൊളിക്കാം. കാറിലാരും ഇല്ലേ? എടാ ഞങ്ങൾ നിന്റെ താറിന്റെ എസ്കോട്ട് അല്ലേ, പൊട്ടിച്ച് പുറകെ വരും. ഇത് പൊളിക്കോളിയാ. കമ്പനി വണ്ടി എത്തിയല്ല. ഇവനോട് നാളെ നമ്മളോടാ ആളെയാ ഞാൻ വരുന്നില്ല താറുമായിട്ട്. നീ എന്തിനു വരാതിരിക്കണം? നമുക്ക് ഈ മാസം കാണിക്കണ്ടേ? ഇവനീ പാട്ട വണ്ടി കൊണ്ട് എവിടെയും പോട്ട്. കണ്ണിട്ടായിരിക്കാൻ വേണ്ടി ഇവന്റെ വണ്ടി കൂടെ കൊണ്ടുപോകണം. ഓക്കെ, നിന്റെ താർന്ന് എടുക്കാൻ പറ്റുമോ കൊല്ലം വരെ പോയിട്ട് വരാൻ? ഇപ്പൊ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും, അത് റഫ്യൂസിനൊന്നും കൊള്ളത്തില്ല, മൈലേജും ഇല്ല. ഓ അത് ശരിയാണല്ലോ. എടാ പിന്നെ 390 ഒന്നും എടുക്കാൻ പറ്റുമോ? അത് ഫുള്ള് മോഡിഫൈഡ് ആളിയാ, റോട്ടിൽ ഇറങ്ങിയാൽ പോലീസ് പിടിക്കും, പിന്നെ മൈലേജും ഇല്ല. ഓ അപ്പൊ നിന്റെ ബൈക്കാ? എനിക്ക് സ്വന്തമായിട്ട് ബൈക്കില്ല, കൂട്ടുകാരനല്ലേ. എടാ നിങ്ങളും ഞാനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നിന്റെയൊക്കെ വണ്ടി നിന്റെ തന്ത വാങ്ങിച്ചു തന്നെ, അതുപോലല്ല ഞാൻ ഈ വണ്ടി വാങ്ങിച്ചത്. ഈ വണ്ടി ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ചതാ. ഹരിയരാ, നീ എവിടെ പോകുമ്പോ എന്റെ വണ്ടി എടുത്തോണ്ട് പോകുന്നത് എന്തിനാ? മൈലേജ് ഉള്ളതുകൊണ്ട്. അപ്പൊ മൈലേജിന് എന്റെ വണ്ടി വേണം. എടാ നിന്റെ വണ്ടിയുടെ സർവീസ് കോസ്റ്റ് എത്രയാണ്? 10-15 രൂപ. അല്ലേ എന്റെ വണ്ടിയിൽ വെറും 1000 രൂപ ആകത്തുള്ളൂ. എടാ ഗോപു, നീ ആദ്യമായിട്ട് ആരെ വണ്ടിയിലാ ബൈക്ക് ഓടിക്കാൻ പിടിച്ച? നിന്റെ വണ്ടിയിലുള്ള ആവശ്യങ്ങൾക്കെല്ലാം സ്പ്ലെൻഡർ വേണം, അല്ലെങ്കിൽ പുച്ച. ഒരു വണ്ടിയും കൊച്ചായി കാണാൻ ആവശ്യം വരുമ്പോ ഞാനും എന്റെ വണ്ടി മാത്രമല്ലേ ഉള്ളൂ.